ഹലോ ഫ്രണ്ട്സ്, അപ്പോസ് യാത്രികൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ബ്ലൂ ലഗൂൺ 3 കാണാനായിട്ടാണ് വന്നത്. ആ ലഗൂൺ കാണുന്ന സമയത്ത് എനിക്കുണ്ടായ ഭീതിജനകമായിട്ടുള്ള ഒരു അനുഭവം നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാനായിട്ടാണ് മെയിനായിട്ട് ഈ വീഡിയോ കൊണ്ട് ഞാൻ ഉദ്ദേശിക്കുന്നത്. ഈ ബ്ലൂ ലഗൂൺ 3നോട് ചേർന്ന് ഒരു ചെറിയ ഗുഹയും കൂടെയുണ്ട്. ബാക്കി നമുക്ക് കാണാം. ഈ ലേക്കിൻ്റെ ഒരു 120 മീറ്റർ മാറിയിട്ട് ഒരു കേവ് ഉണ്ട്. ആ കേവ് കുറച്ച് വലുതാണെന്നാണ് പറയുന്നത്. ഇതിൻ്റെ മാപ്പ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. 2 പൂളുണ്ട് അതിൻ്റെ അകത്ത്. കുറച്ച് ടഫാണെന്ന് തോന്നുന്നു കണ്ടിട്ട്. ഇതൊക്കെയാണ് അതിൻ്റെ അകത്തുള്ള സംഭവം. പൂൾ 1, പൂൾ 2 അങ്ങനെ സംഭവങ്ങളൊക്കെ ഉണ്ട്. 20 മീറ്റർ, 40 മീറ്റർ ഗേറ്റ്. കേവ് ചെറുതാണ്, ബട്ട് ഇൻസൈഡ് ദ കേവ് ഈസ് ബിഗ്. ഓക്കെ, വേറെ കുറേ കാര്യങ്ങളൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. ഫബോൺ കേവ് എന്നാണ് ഇതിൻ്റെ പേര്. ഓക്കെ, നമുക്ക് അതും ഒന്ന് പോയി നോക്കാം. 120 മീറ്ററാണ്. ഞാൻ ഇവിടെ വരുന്ന സമയത്ത് ഇവിടെ യാതൊരു ടൂറിസ്റ്റുകളൊന്നും കാണുന്നില്ലായിരുന്നു. കൂടെ ഗൈഡുകളോ അങ്ങനെ ആരും ഇല്ലായിരുന്നു. ഈ തടി കൊണ്ടുള്ള പാലം ഇവിടെ ഒരുപാട് സ്ഥലത്ത് ഞാൻ കണ്ടു കേട്ടോ. ഈവൻ മെയിൻ റോഡിൽ ഉൾപ്പെടെ കണ്ട്. നല്ല സ്ട്രോങ് ആണ്. ഈ നദിയുടെ കുറുകെയൊക്കെ ഈ തടി കൊണ്ടുള്ള പാലം. നമുക്ക് ഇവിടെ വേറൊന്നും കാണുന്നില്ല. നമുക്ക് സ്ട്രെയിറ്റ് തന്നെ അങ്ങ് നടന്ന് പോവാം. നമ്മുടെ കേരളത്തിൻ്റെ ഏതോ ഒരു മൂലയിൽ നിന്ന് ഇവിടെ ലാവോസിൻ്റെ ഏതോ ഒരു മൂലയിൽ വന്നിരിക്കുകയാണ്. ഓക്കെ, ഇവിടെ ഒന്നും ഇപ്പം ആരും ഇല്ല കേട്ടോ. ടൂറിസ്റ്റുകൾ എനിക്ക് തോന്നുന്നു അവർ കേവിൻ്റെ അകത്ത് പോയിട്ടുണ്ടെന്ന് തോന്നുന്നു. കേവിൻ്റെ അകത്തും പൂളുണ്ട്. അപ്പോൾ കൊള്ളാം. വളരെ വിജനമായ ഒരു സ്ഥലമാണ്. ഇത് ഇടിഞ്ഞു പൊളിഞ്ഞ് കിടക്കുന്ന എന്തോ കെട്ടിടങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. എവിടെയാടേ? യെസ്, കാണുന്നുണ്ട്. യെസ്, വീണ്ടും ഒരു പാലം, തടിപ്പാലം. ഇത് ചെറുത് പക്ഷെ. ഓക്കെ, ഇങ്ങോട്ട് വാതെ. നടുക്കൊക്കെ ഇളവിയിരിക്കുകയാണ് കേട്ടോ. വെള്ളം നനഞ്ഞ തീരുന്ന. നമുക്ക് പതുക്കെ പോയി. എൻ്റെ പാൻറ്റൊന്ന് നനയ്ക്കാൻ വയ്യ. ഇവിടെ 80 മീറ്ററിൽ ഒരു വ്യൂ പോയിൻ്റ് ഉണ്ട്. അത് നമ്മൾ കാണുന്നില്ല, നമ്മൾ പോകുന്നില്ല. അതെ, വഴി കണ്ടോ? ഓക്കെ, വി നീഡ് ഹെഡ് ലാമ്പ്, ടോർച്ച് ആൻഡ് ഗുഡ് ഷൂസ്. ഇത്രയും സാധനങ്ങളൊക്കെ വേണം കേട്ടോ. ഇവിടെ ടോർച്ച് വേണം, പിന്നെന്താ, ഷൂസ് വേണം. നല്ല ഗ്രിപ്പൊക്കെ ഉള്ള ഷൂസ് വേണം. ടോർച്ച്, മൊബൈൽ ടോർച്ച് മതി. അല്ലെങ്കിൽ ഹെഡ് ലാമ്പ് വേണം. ടു പ്രിവെൻറ്റ് ഇറ്റ് ഈസ് സ്പ്രെഡ്. ഓക്കെ, കുഴപ്പമില്ല. ഫ്രണ്ട്സുമായിട്ട് പോകുന്നതാണ് കുറച്ചുകൂടെ നല്ലത്. ഓക്കെ, ഒരു വഴിയാണ് കയറുന്നത്, ഒരു വഴിയാണ് ഇറങ്ങുന്നതും അതേ വഴി കൂടെ തന്നെയാണ്. 1 വേ ആണ്. ഇത്രയൊക്കെയാണ് ഇവിടെ ഉള്ളത്. അപ്പോൾ നമുക്ക് പോകാം. ഓക്കെ. ഇത് മുകളിൽ കയറി പോകണം. ഓക്കെ, വഴിയൊക്കെ ഉണ്ടോ? കുത്തനെയുള്ള കയറ്റമാണ്. മുമ്പ് ശ്രീലങ്കയിൽ പോയപ്പോൾ അവിടെ ഒരു രാവണ ഗുഹയ്ക്കകത്ത് കയറിയിട്ടുണ്ടായിരുന്നു. പക്ഷെ അത് വളരെ ചെറുതാണ്. അപ്പോൾ കുറച്ചുകൂടെ വലിയ ഒരു ഗുഹയിൽ കയറുന്ന ആ ഒരു ആകാംക്ഷയും ആ ഒരു ആൻസൈറ്റിയിലും ഒക്കെ ആയിട്ടാണ് എൻ്റെ മുന്നോട്ടുള്ള യാത്ര ഞാൻ തുടർന്നത്. എന്താണ് അവിടെ കരുതി വച്ചിരിക്കുന്നതെന്നതിനെ പറ്റി എനിക്ക് യാതൊരു ധാരണയുമില്ലായിരുന്നു. ഇഷ്ടം പോലെ ഉണ്ട്. എൻ്റെ അമ്മേ, ഓക്കെ, സ്ലിപ്പാവും. ആ 120 മീറ്റർ നടന്ന് നമ്മൾ കേവിൻ്റെ അടുത്തെത്തിയിരിക്കുകയാണ്. ഇത് ഇങ്ങനെ കയറ്റം കയറി വരണം. അതാണ് താഴ്ഭാഗം. അവിടെ നമ്മൾ ഇത്രയും കയറി വരണം. കയറുന്ന വഴിയൊക്കെ കുറച്ച് കടുപ്പമാണ്. അപ്പോൾ അതിങ്ങനെ നടന്ന് വരണം. ഇവിടെ
ആകെ മൊത്തം ഒരു ഭീകരമായ ഒരു അറ്റ്മോസ്ഫിയറിലേക്കാണ്. അവിടെ ഒരു ചെറിയ വാതിലുണ്ട്, ചെറിയ ഇങ്ങനെ നൂണ്ട് കിടക്കാൻ പറ്റുന്ന ഒരു വാതിൽ. അതാണ് ഈ കേവ് എന്ന് പറയുന്നത്. അപ്പം നമുക്ക് അതിൻ്റെ അകത്തോട്ട് പോവാം. അപ്പോൾ ഇത്രയും കയറിയപ്പോഴേക്കും ഞാൻ ക്ഷീണിച്ചു. നല്ലോണം ഹൈക്കൊക്കെ ചെയ്ത് എക്സ്പീരിയൻസ് ഒക്കെ ഉള്ളവർക്ക് ഇത് പുല്ല് പോലെ കയറി പോകാമെന്നുള്ളതേ ഉള്ളൂ. അപ്പോൾ ഞാൻ കുറച്ച് നേരം റെസ്റ്റ് എടുക്കായിരുന്നു. ഇനി നേരെ കേവിൻ്റെ അകത്തോട്ട് കയറാണ്. നല്ല ഷൂസ് മസ്റ്റാണ്. ഈ കല്ലൊക്കെ കണ്ടു കഴിഞ്ഞാൽ നല്ല മിനുസമായിട്ടാണ് ഇരിക്കുന്നത്, ഈസി ആയിട്ട് സ്ലിപ്പാവും. അപ്പോൾ നല്ല ഷൂസോ അല്ലെങ്കിൽ അങ്ങനത്തെ ടൈപ്പ് ചെരുപ്പോ അല്ലെങ്കിൽ പണി പാളും. അപ്പോൾ ഇതുവഴിയാണ് ഇറങ്ങിപ്പോകുന്നത്. നമ്മൾ നേരെ അങ്ങോട്ടേക്ക് പോകണേ. അതിൻ്റെ അകത്തുള്ള കാര്യങ്ങൾ അകത്ത് കയറിയിട്ട് ഞാൻ നിങ്ങളെ കാണിക്കാം. ഹായ് ഫ്രണ്ട്സ്, നമ്മളപ്പോൾ ഇതിൻ്റെ അകത്ത് നിങ്ങൾക്ക് എന്നെ കാണാൻ പറ്റുമെന്ന് എനിക്ക് അറിഞ്ഞൂടൂ കേട്ടോ. നമ്മളിത് ഗുഹയ്ക്കകത്താണ്, ഒറ്റ മനുഷ്യയില്ല. ഇപ്പോൾ ഉണ്ടായിരുന്ന ഒരു ടീം ഇറങ്ങിപ്പോയി. ഇത് കാണുമ്പോൾ എനിക്ക് മഞ്ഞുമൽ ബേസാണ് ഓർമ്മ വരുന്നത്, മഞ്ഞുമൽ ബോയ്സ്. അക്ഷരം വരെ മാറിപ്പോകുന്ന ടെൻഷൻ കൊണ്ട്. ഓക്കെ ഫൈൻ. അപ്പോൾ ഇനി അങ്ങോട്ടായിരിക്കും, നമുക്ക് അങ്ങോട്ട് തന്നെ പോവാം. ഒരക്ഷരം കണ്ടുകൂടാ, നോക്കി പോകണം. എന്തെങ്കിലും വല്ല കുഴിയോ പിണ്ണാക്കോ ഉണ്ടായാൽ അതോടെ കാര്യം തീരുമാനമായി. ഇതൊക്കെ ലൈം സ്റ്റോൺ ഫോർമേഷൻസൊക്കെയാണ് കേട്ടോ. അകത്തൊക്കെ വഴിയൊക്കെ ഉണ്ട്. അവർ പറഞ്ഞ പോലെ അകത്ത് കയറാനായിട്ട് മാത്രമേ ചെറിയൊരു പ്രശ്നമുള്ളൂ. ഇവിടെ സയൻസ് ഫോളോ ചെയ്യാൻ പറഞ്ഞിട്ട് സയൻസൊന്നും ഇല്ലല്ലോ. ഓക്കെ ഫൈൻ. ഇത് കണ്ടോ, ഇതിൻ്റെ അകത്തൊന്നും ആരുമില്ല, വവ്വാല് പോലും ഇല്ലയെന്ന് തോന്നുന്നു. ഒരു ധൈര്യത്തിൽ നമ്മളങ്ങ് പോകുന്നതാണ് കേട്ടോ. താഴെയൊക്കെ നോക്കിയാണ് നമ്മൾ പോകുന്നത്. ഇനി എന്തുവാണ്, ഇവിടെ ഒന്നും വേറെ വഴിയില്ല, ഈ ഒരൊറ്റ വഴിയേ ഉള്ളൂ. അപ്പോൾ നമുക്ക് നേരെ ഇതിൽ തന്നെ കയറി പോകാം. അങ്ങോട്ട് പോകാനായിട്ട് പറ്റില്ല. അപ്പോൾ ഈ ഏണിയിൽ നമുക്ക് കയറി പോവാം. യശോദേ. ഓ മൈ ഗോഡ്, നമ്മുടെ ടോർച്ച് അണഞ്ഞു പോയി. ഓക്കെ, നമ്മുടെ അമ്പാടോ വീണ്ടും പടി. ഇതൊക്കെയാണ് ഈ ഗുഹയിലെ കാഴ്ചകൾ. ഗുഹയ്ക്കകത്ത് നമുക്ക് അങ്ങനെ ഒരുപാട് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റില്ല, കുറ്റാക്കൂരി ഇരുട്ടാണ്. നമ്മുടെ മൊബൈലിൻ്റെ ലൈറ്റ് വെച്ചിട്ടാണേലും ഇത് നിങ്ങൾക്ക് അധികം ഒന്നും കാണാൻ പറ്റില്ല. അതുകൊണ്ടാണ് ജസ്റ്റ് ആ ഒരു തുടക്കം മാത്രം ഞാൻ എടുത്തത്. ഇതിൻ്റെ അകത്ത് പൂളുണ്ടെന്ന് പറഞ്ഞു, പക്ഷേ പൂള് ആരോ മാർക്കൊക്കെ ഇട്ട് വച്ചിട്ടുണ്ട്. പക്ഷേ പൂളൊന്നും ഞാൻ കണ്ടില്ല. മേ ബി ഇനി വെള്ളം പറ്റിപ്പോയതാണോ എന്ന് എനിക്കറിയില്ല. എന്തായാലും ഞാൻ കണ്ടില്ല. കുറേ ദൂരം പോയി, ഞാൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പം കുറേ ദൂരം പോയിട്ട് പൂളിൻ്റെ ആ ഒരു ആരോ മാർക്ക് ഇട്ടിരിക്കുന്ന സ്ഥലം കണ്ട് ഞാൻ അവിടെ ചെന്ന് നോക്കുമ്പോൾ പൂള് കാണുന്നില്ല. അങ്ങനെ അവിടെ ഞാൻ തിരിച്ച് വരാമെന്ന് വിചാരിച്ചു. അപ്പം ഞാൻ മാത്രമേ ഉള്ളത് കാരണം തിരിച്ചു വന്നപ്പോൾ എനിക്ക് വഴി തെറ്റി ഇൻ ദ സെൻസ് ഞാൻ കുറച്ച് അവിടേക്ക് അലഞ്ഞു. പിന്നെ ഞാൻ ഒരുപാട് ധൈര്യശാലിയായി ഒരുപാട് അങ്ങോട്ട് കയറി വേറെ സ്ഥലങ്ങളിലോട്ടൊന്നും പോയില്ല. ഞാൻ ഒരു പോയിൻ്റ് മനസ്സിൽ മാർക്ക് ചെയ്ത് വെച്ചിരുന്നു. ആ പോയിൻ്റിൽ നിന്ന് കുറച്ച് എല്ലാ സൈഡിലോട്ടും പോയി നോക്കി, ഒരു ഐഡിയ കിട്ടണില്ല. കുറച്ച് നേരം ഒരു 15-20 മിനിറ്റോളം അവിടെ നിന്ന് കറങ്ങി. പക്ഷെ പാനിക്കായില്ല. നമ്മൾ പാനിക്കായി കഴിഞ്ഞാൽ നമുക്ക് ചിലപ്പം ഡിസിഷൻസ് എടുക്കാൻ പറ്റിയെന്ന് വരില്ല പ്രോപ്പറായിട്ട്. അപ്പോൾ ഞാൻ അവിടെയൊക്കെ ഇങ്ങനെ കിടന്ന് കറങ്ങുമായിരുന്നു. കുറേ നേരമൊക്കെ കിടന്ന് കറങ്ങി. ലാസ്റ്റ് ഏകദേശം ശരിയാണ് എന്ന് ഇതിൻ്റെ അകത്ത് മാർക്കേഴ്സ് വച്ചിട്ടുണ്ട് എന്നൊക്കെയാണ് പറയുന്നത്. പക്ഷേ ഔട്ട് എന്ന് പറഞ്ഞ് വച്ചേക്കുന്ന മാർക്ക് പൂളിൻ്റെ അടുത്ത് ഔട്ട് ദിസ് വേ എന്ന് പറഞ്ഞൊരു വെള്ള പെയിൻറ്റിൽ പാറയുടെ പുറത്ത് പെയിൻറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പക്ഷേ അങ്ങോട്ട് പോകുമ്പോൾ അത് ക്ലോസ്ഡ് ആയിട്ടുള്ള വേ ആണ്. അപ്പോൾ അതല്ല ഔട്ട് എന്ന് പറയുന്നത്. അതുപോലെ ഇങ്ങനെ 1-2 നമ്മളെ കൺഫ്യൂസ് ചെയ്യിക്കുന്ന ഔട്ട് ബോർഡല്ല പെയിൻ്റ് അടിച്ച് വെച്ചിട്ടുള്ള സംഭവങ്ങളുണ്ടായിരുന്നു.
അപ്പോൾ കഥയിലോട്ട് വരാം. അങ്ങനെ ഞാൻ തിരിച്ച് ശരിയെന്ന് തോന്നുന്ന ഒരു വഴിയുടെ അവിടെ എത്തിയപ്പോഴേക്കും എന്താ പറയുക, ഈ എവിടുന്നോ വന്ന മാലാഖ എന്നൊക്കെ പറയുന്ന പോലെ 2 ഫോറിനേഴ്സ് വന്നു. അപ്പം അവരിങ്ങനെ ഇതുപോലുള്ള പടികൾ ചില സ്ഥലങ്ങളിലുണ്ട്, എല്ലായിടത്തും ഇല്ല. അപ്പോൾ നമുക്ക് കുറച്ചൊന്ന് കൺഫ്യൂസ്ഡ് ആയിപ്പോൾ സംഭവങ്ങൾ, യാതൊരു മാർക്കുമില്ല കേട്ടോ. അപ്പോൾ ഞാൻ സജസ്റ്റ് ചെയ്യുന്നത് നിങ്ങൾ ഒറ്റയ്ക്ക് വരാതിരിക്കുന്ന എന്നല്ല, ആരെങ്കിലും ഒരാളെയും കൂടെ ഒന്ന് കൂട്ടിക്കൊണ്ട് വരുന്നത് നന്നായിരിക്കും. ഓക്കെ, വരുവാണെങ്കിൽ. അപ്പം അവരെ കണ്ടിട്ട് അപ്പോൾ ഞാൻ പറഞ്ഞു ഐ തിങ്ക് ഐ ആം ലോസ്റ്റ് എന്ന് പറഞ്ഞപ്പോൾ അവർ പറഞ്ഞു ഇല്ല, നീ കറക്റ്റ് വഴി കൂടെ തന്നെയാണ് വരുന്നത്, ഈ വഴി നേരെ പിടിച്ചോ എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ആ വഴി കൂടെ വന്നു. ആ വഴി കൂടെ വന്നിട്ട് ഇത് കുറച്ച് ദൂരമേ ഉള്ളൂ കേട്ടോ ഈ ഒരു കേവിൻ്റെ അകത്തേക്ക് കയറുന്നത്. ലൈറ്റോ ഒന്നുമില്ല. ടൂറിസ്റ്റ് സ്പോട്ടൊക്കെ ആകുമ്പോൾ സാധാരണ ലൈറ്റൊക്കെ വെച്ച് പാത്തൊക്കെ പ്രോപ്പറായിട്ട് മാർക്ക് ചെയ്തിട്ടുണ്ടാവും. പക്ഷേ വേറൊരു സ്ഥലത്ത് വന്നിട്ട് അവിടെ വെച്ച് എനിക്കൊന്ന് വഴിതെറ്റി ഇൻ ദ സെൻസ് എങ്ങോട്ട് പോകണമെന്ന് അറിയാൻ പറ്റില്ല. നമ്മൾ പോകുന്ന വഴി വിചാരിക്കാം ഓക്കെ ഇതാണ് വഴി, ഇതുവഴി തന്നെ തിരിച്ചു വരണം, ഇവിടെ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ടൊക്കെ ആയിരിക്കും നമ്മൾ പോകുന്നത്. പക്ഷേ തിരിച്ചു വരുന്ന സമയത്ത് ഈ സ്ഥലങ്ങളെല്ലാം നമുക്ക് ഒരുപോലെ ഇരിക്കും. എങ്ങോട്ടും ഓപ്പണിംഗ് ആണ്. അത് ചിലപ്പോൾ നമ്മൾ വന്നത് ചെറിയൊരു എന്താ പറയുക ഒരു മാളം പോലത്തെ സ്ഥലത്തൂടെയൊക്കെ ആയിരിക്കും. പക്ഷേ തിരിച്ചും അതുപോലെ അങ്ങനെ ഒരുപാട് കൊച്ചു സ്ഥലങ്ങൾ. അപ്പോൾ ഞാൻ ചില സ്ഥലങ്ങളിലൊക്കെ ഞാൻ വിചാരിച്ചു അയ്യോ ഞാൻ ഇത്രയൊന്നും നൂണ്ട് കയറിയില്ലല്ലോ, ഇത്രയും ഗ്യാപ്പ് കുറഞ്ഞ സ്ഥലത്തിൽ കൂടെ ഒന്നും വന്നില്ലല്ലോ എന്നൊക്കെ ഞാൻ വിചാരിച്ചു. അപ്പം അത് പ്രത്യേകം ശ്രദ്ധിക്കണം, ഒരിക്കലും ഒറ്റയ്ക്ക് വരാതിരിക്കുക. അല്ലെങ്കിൽ നിങ്ങൾക്ക് അത്രത്തോളം ആ ഒരു ഡിറ്റർമിനേഷൻ ഉണ്ട്, ഈ വന്ന വഴിയൊക്കെ കറക്റ്റായിട്ടൊക്കെ ഓർത്തിരിക്കാൻ പറ്റുന്ന ആൾക്കാരൊക്കെ ആണെങ്കിൽ അത് നിങ്ങൾക്ക് ഒറ്റയ്ക്ക് വരാം. പിന്നെ ഇതിൻ്റെ അകത്ത് പ്രത്യേകിച്ച് പറയാനല്ലോ മാപ്പും കവറേജും ഒന്നും കിട്ടത്തില്ല. അതൊക്കെയാണ് സംഭവം. ഇപ്പോൾ ഇതുവഴിയാണ് എൻട്രൻസ്. ഇങ്ങനെ ഒരു സ്ഥലത്ത് നിന്ന് നമ്മൾ കയറി ഈ എൻട്രൻസിൽ കൂടെയാണ് അകത്തേക്ക് പോകുന്നത്. ഇത് കണ്ടു കഴിഞ്ഞാൽ ആകെ ഒരു മഞ്ഞുമ്മൽ ബോയ്സാണ് കേട്ടോ. പിന്നെ ഇവിടെ പ്രത്യേകിച്ച് അങ്ങനെ ഡേഞ്ചറായിട്ടുള്ള ഒരു സ്ഥലവും ഞാൻ കണ്ടില്ല ഇതിൻ്റെ അകത്ത്. എങ്കിൽ കൂടെ ഇതൊരു കേവാണ്. അപ്പോൾ ചിലപ്പോൾ ചില സ്ഥലങ്ങളിൽ നമ്മുടെ മഞ്ഞുമ്മലൊക്കെ കണ്ടതുപോലെ ഇത് കുഴികളൊക്കെ ഉണ്ടാവാം, ചാൻസ് ഉണ്ട്. ചെറിയ കുഴികൾ, അതിൻ്റെ ഇടയിലൊക്കെ വീണ് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ പണിപാളും. നമ്മളെ രക്ഷിക്കാൻ ഇവിടെ ഒരു കുട്ടേട്ടനോ അല്ലെങ്കിൽ അങ്ങനെ മഞ്ഞുമ്മൽ ബോയ്സോ ആരും വരത്തില്ല. വരും, ഇവിടുത്തെ റെസ്ക്യൂ ടീം വരും. അപ്പം ഞാനിത് നെഗറ്റീവ് അടിക്കണമല്ല കേട്ടോ, ഉള്ള കാര്യമായിട്ട് സത്യസന്ധമായിട്ട് പറയുകയാണ്. ഓക്കെ, വേറെ കുഴപ്പമൊന്നുമില്ല, ചില്ലാണ്, ഒരു എക്സ്പീരിയൻസ് തന്നെയാണ്. ഇനി നമ്മുടെ അടുത്ത സ്ഥലം പിടിക്കാം. നമ്മൾ ബ്ലൂ ലഗൂൺ 2 നമുക്കൊന്ന് കാണാൻ പറ്റുമോ നോക്കാം. സമയം ഇഷ്ടം പോലെ ഉണ്ട്. ഓക്കെ, അപ്പോൾ ലെറ്റ്സ് ഗോ.